നമസ്കാരം. മഷിത്തണ്ടിലേക്ക് സ്വാഗതം. ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നവരാണ് നമ്മൾ. പിരിമുറുക്കം, സമ്മർദ്ദം, ഉത്കണ്ഠ എന്നിവയിൽ നിന്ന് സമാധാനം കിട്ടുവാൻ നല്ലൊരു മാർഗമാണ് ധ്യാനം. ശരീരത്തിനും മസ്തിഷ്കത്തിനും ധ്യാനത്തിൽ നിന്ന് ധാരാളം പ്രയോജനങ്ങൾ ലഭിക്കും. ധ്യാനത്തിന് പരിശീലകനോ ഉപകരണങ്ങളോ ആവശ്യമില്ല. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ഇത് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതാണ്. പരചിന്ത കൂടാതെ ഏകാഗ്രമായി ഒരേ വിഷയത്തിൽ ശ്രദ്ധയർപ്പിച്ച് നടത്തുന്ന ഉപാസനയാണ് ധ്യാനം. ഇന്ദ്രിയങ്ങളെ പ്രാപഞ്ചിക വിഷയങ്ങളിൽ നിന്നും മുക്തമാക്കി മനസ്സിനെ പൂർണ്ണമായും വിധേയമാക്കി ചിത്തം ഏകാഗ്രമാക്കി നിരന്തരമായ ധ്യാന സാധനയാൽ ആത്മാനുഭവ ലക്ഷ്യത്തിൽ ഉറപ്പിച്ച് മനസ്സിനും ഇന്ദ്രിയങ്ങൾക്കും അതീതമായി അത്യുന്നതമായി ഉയർന്ന് ആനന്ദാധീനനാകുന്ന ഭാവാവസ്ഥയാണ് ധ്യാനമെന്ന് അത് പരിശീലിക്കുന്നവർ അതിനെ വിശേഷിപ്പിക്കുന്നു. ധ്യാനം എന്ന് അർത്ഥം വരുന്ന മെഡിറ്റേഷൻ എന്ന ഇംഗ്ലീഷ് പദം ലാറ്റിൻ ഭാഷയിലെ മെഡിറ്റാറി എന്ന വാക്കിൽ നിന്നാണ് നിഷ്പന്നമായത്. ഇതിൻ്റെ അർത്ഥം ആഴത്തിലുള്ള തുടർച്ചയായ വിചിന്തനം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചിന്തയിലുള്ള ശ്രദ്ധാപൂർവമായ വാസം എന്നാണ്. ഇതിൻ്റെ ലളിതമായ അർത്ഥം മനസ്സിൽ ആലോചിച്ച് ഉറപ്പിക്കുക എന്നോ ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് മാത്രം തുടർച്ചയായി ചിന്തിക്കുക എന്നോ ആണ്. യോഗയിലെ ഒരു ഘട്ടവുമാണ് ധ്യാനം. ധ്യാനം എന്നത് സ്വയം അവബോധവും ശാക്തീകരണവുമാണ്. രക്തസമ്മർദ്ദം തുടങ്ങി ഉത്കണ്ഠ കുറയ്ക്കുന്നതുവരെ നിരവധി ഗുണങ്ങൾ ധ്യാനത്തിലൂടെ നേടിയെടുക്കാനാകും. ഏകാഗ്രത വർദ്ധിപ്പിക്കാൻ ധ്യാനത്തിലൂടെ സാധിക്കും. പാരാസിമ്പത്തറ്റിക് നാഡീവ്യവസ്ഥയെ സജീവമാക്കുന്നതിനും സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോൾ കുറയ്ക്കുന്നതിനും ധ്യാനം വളരെ ഫലപ്രദമാണ്. ധ്യാനം ഒറ്റപ്പെടൽ എന്ന ചിന്തയെ കുറയ്ക്കുന്നു. അത്തരം ചിന്തകൾ കുറയ്ക്കുന്നതിന് മൈൻഡ്ഫുൾനെസ് ധ്യാന പരിശീലനം ഉപയോഗപ്രദമാണ്. ഇത് രോഗാവസ്ഥയ്ക്കും മരണത്തിനും ഉള്ള സാധ്യത കുറയ്ക്കുന്നു. ശരീരം മാത്രമല്ല, ചിലപ്പോൾ നമ്മുടെ മനസ്സും വാർദ്ധക്യത്തിലേക്ക് പോകാറുണ്ട്. ധ്യാനം മനസ്സ് വാർദ്ധക്യത്തിലേക്ക് പോകുന്നതിൽ നിന്ന് തടയുന്നു. ബുദ്ധിശക്തി കുറയുന്നതിൽ നിന്ന് തലച്ചോറിനെ സംരക്ഷിക്കാനും ധ്യാനം സഹായിക്കുന്നു. ഹാർവാർഡ് സർവകലാശാലയിൽ നടത്തിയ ഒരു പഠനം ഉൾപ്പെടെ പല പഠനങ്ങളും ധ്യാനത്തിന് നിരവധി ശാരീരികമായ ഗുണങ്ങളുണ്ടെന്ന് തെളിയിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും കുറഞ്ഞത് 15 മിനിറ്റ് വീതം ധ്യാനിക്കുന്നത് മൊത്തത്തിൽ അവിശ്വസനീയമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സഹായിക്കും. ധ്യാനം ശീലിക്കുന്നത് ദേഷ്യം കുറയ്ക്കാൻ സഹായിക്കും. മെഡിറ്റേഷൻ ചെയ്യുന്ന വ്യക്തിയിൽ ശാന്തമായും സമാധാനത്തോടെയും കാര്യങ്ങൾ നേരിടാനുള്ള കഴിവ് ഉണ്ടാകുന്നു. മാത്രവുമല്ല, ചിന്തകളെ നിയന്ത്രിക്കാനുള്ള കഴിവും കൈവരിക്കുന്നു. ധ്യാനം ഞാൻ എന്ന ഭാവം സൃഷ്ടിക്കുന്ന പ്രതിരോധത്തെ ലഘൂകരിക്കുന്നു. ഇത് ശാന്തത, വ്യക്തത, ക്ഷമ എന്നിവ വർദ്ധിപ്പിക്കുന്നു. മെഡിറ്റേഷൻ ശീലിക്കുന്നത് മനസ്സിനെ ചെയ്യുന്ന കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ധ്യാനം ചെയ്യുന്നത് നന്നായി ഉറങ്ങാൻ സഹായിക്കുന്നു. നിങ്ങൾ ധ്യാനം ചെയ്യുമ്പോൾ കൂടുതൽ ഓക്സിജൻ എടുക്കുകയും പതുക്കെ ശ്വസിക്കുകയും ചെയ്യുന്നു. ഈ ശ്വസന രീതി ശ്വാസകോശങ്ങളെ വികസിപ്പിക്കാനും അവയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു. മദ്യപാനം, മയക്കുമരുന്ന് ആസക്തി, മറ്റ് ബലഹീനതകൾ എന്നിവയ്ക്കുള്ള ചികിത്സകൾ ചെയ്യുന്ന ആളുകളോട് പലപ്പോഴും ധ്യാനം ചെയ്യാൻ ആവശ്യപ്പെടാറുണ്ട്. കാരണം ഇങ്ങനെയുള്ള ആസക്തികളെ നിയന്ത്രിക്കാൻ ധ്യാനം സഹായിക്കുന്നു. ധ്യാനിക്കാനുള്ള ഏറ്റവും നല്ല സമയം പ്രഭാതമാണ്. ദിവസത്തിൻ്റെ ആരംഭത്തിൽ ശരിയായ രീതിയിൽ ശ്വസനക്രിയ ചെയ്യുന്നത് ധാരാളം ഗുണം ചെയ്യും. മറ്റൊരു കാര്യത്തിലും ഇടപെടുന്നതിന് മുൻപ് നല്ല തുറന്ന മനസ്സോടെ വേണം ധ്യാനം ചെയ്യാൻ. ഇത് മനസ്സിന് ശാന്തതയും ഉണർവും നൽകും. നിങ്ങൾ ആദ്യമായി ധ്യാനം ചെയ്യുവാൻ തുടങ്ങുമ്പോൾ ധ്യാനിക്കുന്നത് കഠിനമായിരിക്കും. അതിനാൽ ചെറുതായി ആരംഭിച്ച് പരമാവധി ഗുണങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുക. എല്ലാ ദിവസവും ഒരേ സമയത്ത് ധ്യാനിക്കുക. ആദ്യമേ തന്നെ 15 തൊട്ട് 30 മിനിറ്റ് ധ്യാനിക്കണമെന്ന് വാശി പിടിക്കരുത്. ധ്യാനത്തിനെ കുറിച്ചുള്ള ഒട്ടുമിക്ക കാര്യങ്ങളും ഈ വീഡിയോയിലൂടെ പറയാൻ സാധിച്ചിട്ടുണ്ടെന്ന് മഷിത്തണ്ട് വിശ്വസിക്കുന്നു. മഷിത്തണ്ടിലെ വീഡിയോസ് എല്ലാം കണ്ടു നോക്കി നിങ്ങൾക്ക് വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ ഓൾ എന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുതേ. മാത്രവുമല്ല, ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ.
അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം എന്ന ശുഭപ്രതീക്ഷയോടു കൂടി നന്ദി.